കടുത്ത റേഡിയേഷനെ പിടിച്ചെടുത്ത് രാസോർജ്ജമാക്കുന്ന ഫംഗസ് അത് വളരുന്നതോ മനുഷ്യർ കാരണം ആണവചോർച്ച ദുരന്തമുണ്ടായ പ്രദേശത്ത്. അതെ, 1986 സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ ഇന്നത്തെ യുക്രൈനിലെ ചെർണോബിലെ ദുരന്തമുണ്ടായിടത്താണ് ആണവ വികിരണമായ ഗാമ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ക്രിപ്റ്റോകോക്കസ് നിയോഫോർമാൻസ് എന്ന കറുത്ത കുമിളിനെ കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യർ സൃഷ്ടിച്ച വൻ ദുരന്തം കാരണം മുറിവേറ്റെടുത്തും സ്വയം ആ മുറിവിനെ അകറ്റാനുള്ള പ്രകൃതിയുടെ അപാരമായ കഴിവാണ് ഇതിലൂടെ വെളിവായിരിക്കുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ കുമിളിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. 1991 ഈ കുമിളിനെ ആദ്യമായി ചെർണോബിൽ കണ്ടെത്തിയത്. ദുരന്തം നടന്ന് 5 വർഷത്തിന് ശേഷമായിരുന്നു അത്. അതായത് ഇതിന്റെ നേർത്ത സാമ്പിളിന് ഗാമ വികിരണത്തെ 2% തടയാൻ സാധിക്കുമെന്ന് 2020 കണ്ടെത്തിയിരുന്നു. ഇതുവഴി ബഹിരാകാശ സഞ്ചാരികൾക്ക് അപകടകരമായ ഈ വികിരണത്തെ തടയാനുള്ള കവചം തയ്യാറാക്കാമെന്നാണ് ഇവർ കണ്ടെത്തിയത്. റേഡിയേഷനെ കുമിൾ എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാൻ 2019 നാസ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ ഇതിന്റെ സാമ്പിൾ അയച്ചു. ചെടികൾ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ആഹാരമാക്കി മാറ്റുന്ന പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയ്ക്ക് സമാനമായ ഒന്നാണ് ഫംഗസിന്റെ പ്രവർത്തനമെന്ന് ഗവേഷകർ മനസ്സിലാക്കി. റേഡിയോ സിന്തസിസ് എന്നാണ് നാസ ഗവേഷകർ ഇതിനെ വിളിച്ച പേര്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.